വളരെ ദൗർഭാഗ്യകരമായ സംഭവം. ഇന്നലെ തന്നെ ഇതിന്റെ രക്ഷാപ്രവർത്തനങ്ങളിൽ എല്ലാവരും യോജിച്ചു മുന്നോട്ട് പോകണമെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവും CPIM സംസ്ഥാന സെക്രട്ടറി തന്നെ അത് പറയുകയുണ്ടായി. ഞങ്ങൾ എല്ലാവരും അതിന്റെ ഭാഗമായുള്ള കോർഡിനേഷൻ തിരുവനന്തപുരത്ത് തന്നെ വയനാട്ടിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രസ്താവനകൾ ഇറക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിറക്കേണ്ട സമയമാണ്. ഇരിക്കുന്ന കസേരയുടെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കാൻ നിലപാട് സ്വീകരിക്കാനും ബന്ധപ്പെട്ടവർ തയ്യാറാണ്. ഈ ഘട്ടത്തിൽ പോരായ്മകൾ പറയേണ്ട സമയമല്ല എന്ന് ഇന്നലെ പറഞ്ഞില്ല. എന്നാൽ അത് പറയാൻ നിലയിലുള്ള പ്രസ്താവനകളാണ്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും മന്ത്രിമാരുടെ ഭാഗത്തുനിന്നും ചില UDF നേതാക്കന്മാരും ആ നിലയിലാണ്. ഒരു മന്ത്രി സംഭവം നടന്നു ഉടനെ തന്നെ പറഞ്ഞു മറ്റൊരു മന്ത്രി പറഞ്ഞത് വേറൊരു മന്ത്രി പറഞ്ഞത് ഇത് പഴയ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ച പ്രശ്നമാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് കരാറുകാരനും എല്ലാം ഓരോ പൗരനും പരാതി പറയാൻ വേണ്ടി ഏതൊരു മനുഷ്യനും ഏതൊരു പൗരനും പോയി പരാതി പറയാൻ പറ്റുന്ന. എന്നാൽ ഇവിടെ മുഖ്യമന്ത്രി തന്നെ ഒരു പരാതിക്കാരനാണ്, കരാറുകാരനാണ് ആകെ കുഴപ്പം. മൺകൂനയുടെ ഭാഗമായ മണ്ണ് എടുത്തു മാറ്റാൻ കരാറുകാരനോട് പറഞ്ഞിട്ടും അത് ചെയ്തില്ല. ഇതാണ് മുഖ്യമന്ത്രിയുടെ പരാതി. ആ മണ്ണ് മാറ്റിയിട്ടില്ലെങ്കിൽ മാറ്റിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? മാറ്റിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിന്റെ മുഖ്യമന്ത്രിക്കല്ലേ. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയല്ലേ. ജൂൺ മാസം 20-ന്റെയും ജൂൺ മാസം 25-ന്റെയും യോഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. ഞാൻ എല്ലാം പറയുന്നില്ല. വയനാട്ടിൽ പോയി അവിടെ കാര്യങ്ങൾ കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ പറയാം. അവിടെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് മണ്ണ് മാറ്റാൻ വേണ്ടി ജൂൺ 25 പറഞ്ഞിട്ടുണ്ട്. മാറ്റിയിട്ടില്ലെങ്കിൽ ഡിസാസ്റ്റർ ആക്ട് പ്രകാരം, മാനേജ്മെന്റ് ആക്ട് പ്രകാരം, DMA പ്രകാരം അതിന്റെ ഭാഗമായി നിലപാട് സ്വീകരിക്കാം, കർക്കശ നിലപാട് സ്വീകരിക്കാം. ഇനി കരാറുകാർ മാറ്റിയിട്ടില്ലെങ്കിൽ മറ്റ് ഏജൻസികൾ മറ്റ് വകുപ്പുകളെ ഏൽപ്പിച്ച് മാറ്റിയതിനു ശേഷം കരാറുകാരിൽ നിന്നും ഈടാക്കാം, അല്ലെങ്കിൽ മാറ്റാത്തതിന് കർക്കശ നിലപാടെടുക്കാം. ഇത് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനല്ലേ. ഒരു മീറ്റിംഗിൽ കരാറുകാർ മണ്ണ് മാറ്റാനുള്ള സ്ഥലമില്ല, അതുകൊണ്ട് സ്ഥലം അനുവദിച്ചു തരണം എന്ന് പറഞ്ഞു. സ്ഥലം അനുവദിക്കാൻ സ്റ്റെപ്പാണ് സർക്കാർ എടുക്കുന്നത്. സ്ഥലം അനുവദിച്ച് കിട്ടാനുള്ള നിലപാട് എന്തൊക്കെയാണ് സ്വീകരിച്ചത്? 2 ആഴ്ചയായിട്ടും സ്ഥലം അനുവദിച്ചു കൊടുത്തില്ലേ? ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രസ്താവനകൾ ഇറക്കുമ്പോൾ പക്വമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരണം. അതിന് വിഭിന്നമായ നിലപാട് സ്വീകരിക്കുന്നത് ഒരു തരത്തിലും യോജിക്കാവുന്ന രീതിയല്ല. മുഖ്യമന്ത്രി തന്നെ ഒരു പരാതിക്കാരനായി മാറുകയാണ്. നിയമസഭയിൽ പ്രസംഗിക്കുന്നത് പോലെ പത്രസമ്മേളനത്തിൽ വാചക കസർത്ത് നടത്തുന്ന പോലെ എളുപ്പമല്ല മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ഭരണചക്രം തിരിക്കാനെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ മനസ്സിലാക്കണം. ഇവിടെ വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ കാണാനും മുന്നോട്ട് പോകാനും എല്ലാവരെയും യോജിപ്പിക്കാനുമാണ് തയ്യാറാകേണ്ടത്. പ്രസ്താവന യുദ്ധം നടത്താനല്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും തയ്യാറാകേണ്ടത്. ഈ അപകടത്തിന് കാരണം സർക്കാരാണ്. അല്ല, ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. അനാവശ്യ പ്രസ്താവനകൾ, അപക്വമായ നിലപാടുകൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അത്തരം നിലപാട് സ്വീകരിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ബാക്കി കാര്യങ്ങളിൽ ഇപ്പൊ വയനാട്ടിൽ പോവാണല്ലോ. പോയതിനു ശേഷം അവിടെ കാര്യങ്ങൾ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ അതിന്റെ മറ്റു വശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓരോ മന്ത്രിമാരും സ്വയം കൈയൊഴിയുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് ശരിയല്ല. മറ്റു വകുപ്പുകളുടെ മേലിൽ പഴിചാരി പോകുന്ന രീതിയോ ഒന്നും ഒരു കൂട്ടുത്തരവാദിത്തമുള്ള സർക്കാരിന് ചേർന്നതല്ല. ഇവിടെ എല്ലാവരും ചേർന്നുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനം സംഭവം ഉണ്ടായ ഉടനെ തന്നെ സ്വീകരിക്കുന്നത് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല.
ബാധയ്ക്ക് ഇപ്പോഴുള്ള സർക്കാരിന് താല്പര്യക്കുറവുണ്ട്. അല്ല, അതൊക്കെ നമ്മൾ പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു അഭിപ്രായം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതുവരെ പറഞ്ഞിട്ടില്ല.